അവൻ്റെ പൊന്നു മക്കളെ ഐഫോണാണിത് 30 Pro Max രണ്ടാമത്തെ പ്രാവശ്യമാണ് പണി പറ്റിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ഐഫോൺ നല്ല ബ്രാൻഡ് പേര് വിചാരിച്ചിട്ടുണ്ട് ഏകദേശം 1-1.5 ലക്ഷം കൊടുത്ത് ദുബായിൽ നിന്ന് കൂടുന്നത് ഇപ്പോൾ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ ഇപ്പോൾ 2 മാസമായി ഇപ്പോൾ നന്നാക്കിയിട്ട്. അത് നമ്മൾ തിരുവല്ല പോയിട്ട് നമ്മളൊരു സുഹൃത്തിൻ്റെ സഹായം കൊണ്ട് ജമ്പറിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടൊക്കെ മാറ്റിയെടുത്തു. ഡിസ്പ്ലേ ഒക്കെ വേറെ വരുത്തി അതൊക്കെ കഥ ആ വീഡിയോ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇമ്മാതിരി പണി പണി ഐഫോൺ തരുന്നതെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് കേട്ടോ. കാരണം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ കഴിയും, നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും. കാരണം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫോണിലാണ് നമ്മളെല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ചെയ്യല്ല A to Z. അതിന് പുറമെ ഇതൊരു കേടുന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഫോണും പിന്നാലെ നടക്കണം. അപ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ ഒരു തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എടുക്കാൻ പറ്റും. നമ്മൾ സ്ഥിരം നമ്മൾ സ്വൈപ്പിംഗ് ചെയ്യുന്ന രീതിയിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യപ്പോൾ ഇങ്ങനെ ഈ വില കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതാ ഈ സമയം രാത്രി 7 മണിയായി. തിരു മാർക്കറ്റ് 8 മണി വരെ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ ഒക്കെ സ്ഥാപനം. എങ്കിലും ഞാൻ വിളിച്ച സ്ഥിതിക്ക് അവൻ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പോയി നോക്കാം. ഇതൊരു മുസീബത്തായിട്ടൊരു സംഭവമായിട്ടത്. കാരണം ഐഫോണോടുള്ള കംപ്ലീറ്റ് ആ മൊഹബത്തർ വിട്ടു. അതാണിപ്പോൾ ഐഫോണ് റിയലി. അപ്പോൾ നമ്മൾ തിരൂര് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് സ്ക്രീൻ പ്രോബ്ലം വന്നിട്ട് നമ്മൾ തിരൂരത്ത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സക്സസ് ആയിരുന്നു. വീണ്ടും ഈ പ്രോബ്ലം ഇപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാവർക്കും ഈ പ്രോബ്ലം വീണ്ടും റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈടായിട്ട് കുറേ അഹങ്കരിച്ചിരുന്നു 40 Pro Max അവർക്കും വന്നു തുടങ്ങിയിട്ടോ. 100 പീരീഡ് ആയതിട്ട് വാറണ്ടിയിൽ നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ വാറണ്ടി ഇല്ലാത്തതാണെങ്കിൽ വീണ്ടും പെട്ടു. ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ രണ്ടാമത് സെക്കൻഡ് ലൈനിൽ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രോബ്ലം ഇപ്പോൾ ഐഫോണിന് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ആദ്യം വന്നത് എൻ്റെ ആയിരുന്നു, ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വരുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വീണ്ടും നമ്മുടെ പഴയ iMaster വന്നിട്ടുണ്ട്. വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പൊട്ട ഫോണിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം കേട്ടോ. പൊട്ട ഫോൺ എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം OnePlus ഞാൻ ഏകദേശം OnePlus 6 ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷത്തിൻ്റെ മുകളിലായി. 2-3 വർഷം 4 വർഷത്തോ ഏകദേശം 4 വർഷത്തോളായി. ഇതുവരെ OnePlusന് ഒരു കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. OnePlusന് വന്നിട്ടുണ്ടായിരുന്നു ബ്ലൂ സ്ക്രീന് അങ്ങനത്തെ ലൈനുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ OnePlus 6ന് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. സംഭവം അത് 8GB 128GB ആണ്. പക്ഷേ ഐഫോണിലേക്ക് മാറിയതിനു ശേഷം കംപ്ലീറ്റ് വീഡിയോസ് നമ്മളുടെ ട്രാവലിങ് അതുപോലെ തന്നെ എക്സ്പ്ലോറിങ് വീഡിയോസ് കംപ്ലീറ്റ് ഐഫോണിൽ ചെയ്തിരുന്നത്. അതിനുശേഷം അങ്ങനൊരു ഐഫോൺ എന്താ പറയുക യൂസറായി മാറി. പക്ഷെ ഐഫോണിന് പണി കിട്ടിയതിനു ശേഷം ഞാൻ ആലോചിക്കുകയാണ് ഐഫോണിൽ നിന്നാണ് മാറിയാലോ എന്നുള്ളത്. ഇപ്പോഴും ആ തീരുമാനത്തിൽ ചെറിയൊരു എക്കച്ചങ്ങുണ്ട്. മീൻസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിയായില്ലെങ്കിൽ ഐഫോണിൽ മാറും, കൺഫേം ആയിട്ട് മാറും. ശരിയാവുന്നൊരു പ്രതീക്ഷയിലായിട്ടുള്ളത്. നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഞാൻ ഐഫോൺ എടുത്ത് വലിച്ച് പൊട്ടിച്ചത് ഒരു സംശയമില്ല. കാരണം അതുകൊണ്ട് കാര്യമില്ല. കാരണം അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം കിട്ടുന്ന പണി ഇതാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ. നമ്മുടെ അർഷാദ് അത് വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പിന്നെ ഒരു അരമണിക്കൂറിന് മുകളിലായി ഇപ്പോൾ വെയിറ്റ് ചെയ്യണേ. 7 മണിക്ക് പോകുന്നു ഞാൻ. ഇവിടെ 7:45 തിരൂരെത്തി. ഐഫോണിന് ഈ രണ്ടാമത് ചെയ്യാൻ പരിപാടി ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് ചാൻസാണ് ഇത്. വന്നത് വളരെ റയർ ആയിട്ടല്ലേ ശരിയാക്കാൻ പറ്റുന്നുള്ളൂ. ഇത് ഗ്രീൻ ഡിസ്പ്ലേ ശരിയാക്കാൻ പറ്റുന്നത്. ചിലത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും, ബ്ലാക്ക് പിന്നെ ഗ്രീൻ ബ്ലാക്ക് അങ്ങനെ നിൽക്കുന്നത് മാത്രം റെഡിയാക്കുന്നത് ബുദ്ധിമുട്ടാണല്ലേ. എന്നാലും ചെയ്യാം അല്ലേ. അത് ശരിയാക്കാൻ സാധ്യത കുറവാണല്ലേ. സ്ഥാപനം എവിടെ വെച്ച് കഴിഞ്ഞാൽ തിരൂരിൽ ഫോർസ മാളിലാണ് കേട്ടോ. ഫോർസ മാളിൽ iMaster ആണ് ഈ ഷോപ്പ് സ്ഥാപനം. അപ്പോൾ നമ്മളെ ഫോൺ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്ന വീഡിയോ ഞാൻ ഇവിടുന്ന് സെക്കൻഡ് മൊബൈലിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് സംസാരിക്കാം. ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അർഷാദ് വീണ്ടും സെക്കൻഡ് ടൈമില്ലേ. കാരണം ഞാനിപ്പോൾ എനിക്ക് ഈ ഫോൺ ഇല്ലെങ്കിൽ നടക്കൂല. ഞാൻ ഇപ്പോൾ ശരിക്കും എനിക്ക് ഐഫോണിൽ വെറുത്ത് തുടങ്ങി. കാരണം എന്താ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഡിസ്പ്ലേ ഗ്രീൻ സ്ക്രീൻ ആയതുകൊണ്ടപ്പോൾ നന്നാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്ത് പോകും, ബ്ലാക്ക് വരിക പിന്നെ ഗ്രീൻ വരിക. അങ്ങനത്തെ ആകുമ്പോൾ കണക്ഷൻ കട്ടാവാണ്. ഫുള്ള് 2 സൈഡ് കണക്ഷൻ പോവാ. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഈ അവസ്ഥ. രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലത്തെ പ്രശ്നം വരുമ്പോൾ അർഷാദിന്റെ കാര്യം പറഞ്ഞു പെട്ടെന്ന് റെഡിയാകാൻ ചാൻസ് ചെയ്യാന്നല്ലേ. എല്ലാവർക്കും ശരിയാക്കാൻ ചാൻസ് കുറവാണ്. അതും റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്ഥാപനം പറഞ്ഞല്ലോ, എനിക്കിപ്പോ കണ്ണും ബോട്ടിങ്ങോ വിജയിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് iMaster തന്നെ. നമ്മൾ തിരുവനന്തപുരത്തെ ഫോർസ മാൾ 1 ഫോർസ മാൾ 1ലുള്ള
ഇതിന്റെ ഫുള്ള് വീഡിയോ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അതായത് iPhone 30 Pro Max ഫസ്റ്റ് മൊബൈലാണ് ഇവിടെ ചെയ്തത്. അതിനുശേഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. വാറന്റി ഇല്ലാത്ത ഫോണിനാണ് ഇത് യൂസ്ഫുൾ കേട്ടോ. വാറന്റി ഉണ്ടാണെങ്കിൽ ഡയറക്റ്റ് സർവീസിന് കൊടുക്കുക. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്, താങ്ക്സ് ഉണ്ട്. നമ്മൾ നന്നാക്കി എയർപോർട്ട് ആപ്പിൾ വാച്ച് സർവീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആപ്പിൾ വാച്ചിന്റെ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് പുതിയ ബാറ്ററി കൊടുക്കും. ബാറ്ററി ചിലത് അവൈലബിൾ അല്ല, അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററികൾ ചെയ്ത് കൊടുക്കും. എയർപോർട്ടിന്റെ മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന പ്രോബ്ലം ആണ് എയർപോർട്ടിന്റെ പ്രശ്നം. ബാറ്ററി ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഐഫോണിന്റെ എല്ലാ തരം സർവീസും ചിപ്പ് ലെവല് എല്ലാം കമ്പനി ചെയ്തില്ല. എന്തുള്ളെങ്കിലും ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് വിളിക്കാം ധൈര്യമായിട്ട്. നിങ്ങൾക്ക് പിന്നെ അത് മാത്രമല്ല, നമുക്ക് സാധനം കേരളത്തിൽ എവിടുന്നായാലും ഇവർക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാല് റെഡി ആക്കിയിട്ട് അവർ തിരിച്ച് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഷിപ്പിംഗ് ചെയ്യും കേട്ടോ. ആ ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട്. കാരണം തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓൾ കേരള ഡെലിവറി ചെയ്യാനും കാര്യത്തിലൊക്കെ ഇവിടെ ഭയങ്കര ആക്സസ് ആയിട്ടുള്ള സ്ഥലമാണ് തിരൂർ, നമ്മുടെ ഫോറിൻ മാർക്കറ്റ്. എനിവേ താങ്ക്സ്, ഇതൊരിക്കലും മറക്കില്ല നമ്മള്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.